വടക്കുംനാഥൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കില്ല എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഭാരതത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു മഹാക്ഷേത്രം. പൂരം കാണാൻ വരുന്ന തന്റെ മക്കളെ സ്വീകരിക്കാൻ വടക്കുംനാഥൻ ഒരു മൂകസാക്ഷിയായി ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവീദേവന്മാർ ഉപചാരം ചൊല്ലി വിടവാങ്ങും. ഭക്തന്റെ വിളി കേട്ട് പാർവതി സമേതനായ ശിവൻ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലം, അതാണ് നമ്മുടെ സ്വന്തം വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥിലെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ നെയ്മലയാണ്. ശിവന്റെ രൗദ്രഭാവം ശമിപ്പിക്കുന്നതിനായി ഇന്നും തുടർച്ചയായി നെയ്യഭിഷേകം നടത്തുന്നുവെന്നാണ് ശാസ്ത്രവും അത് തന്നെയാണ് സത്യം. ശിവേലി ഇല്ലാത്ത വടക്കുംനാഥന് ഒരു അതിവിശേഷപ്പെട്ട ഒരു വഴിപാടുണ്ട്, തൃപ്പുക. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും രോഗശാന്തിക്കും ആയുർദൈർഘ്യത്തിനും വേണ്ടിയാണ് ഈ വഴിപാട് നടത്തപ്പെടുന്നത്. തൃപ്പുക നടക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾക്ക് പരിചയമുള്ളവരായൊക്കെ തോന്നാം. എന്നാൽ അങ്ങനെയുള്ള കുശലങ്ങൾ പരസ്പരം ചോദിക്കരുത് എന്നാണ് ഭഗവാന്റെ കൽപ്പന. തൃശ്ശൂർ പൂരത്തിന് അധികമാരും അറിയാത്തൊരു പ്രതിഷേധത്തിന്റെ ചരിത്രമാണ്. മഴ കാരണം കൃത്യസമയത്ത് എത്താൻ കഴിയാതിരുന്ന തൃശ്ശൂർ ക്ഷേത്രങ്ങളെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അപമാനിതരായ തൃശ്ശൂരിലെ ജനങ്ങൾ ശക്തൻ തമ്പുരാനെ സമീപിക്കുകയും തമ്പുരാൻ ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ അദ്ദേഹം എടുത്തൊരു വിപ്ലവകരമായ തീരുമാനം, തൃശ്ശൂർ പൂരം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളെയും കേരളീയരുടെയും ഒരു സ്വകാര്യ അഹങ്കാരം. തമ്പുരാൻ തന്നെയാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളെ പൂരത്തിന്റെ അമരക്കാരാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പൊതുവെ തൃശ്ശൂരുകാരെ പറയാറുള്ളത്, പ്രതികാരം തൃശ്ശൂരുകാരോട് വേണ്ടത്.